Hi friends, Rome, Europe. And here is the St. Peter's Basilica. The world famous Piatto, Michelangelo's artwork. സ്വന്തം പുത്രൻ്റെ മൃതശരീരം മടിയിൽ കിടത്തി ദുഃഖിക്കുന്ന അമ്മ, അതെ, വ്യാകുലമാതാവ്. ദെൻ വൺ ഓഫ് ദി ഡോംസ് ഓഫ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഈ കാണുന്ന ഡോമിന് 4 തൂണുകളുണ്ട്. ആ തൂണുകളുടെ മൂലയ്ക്കെല്ലാം 4 ചിത്രങ്ങളുമുണ്ട്. ആ ചിത്രങ്ങളിൽ പല ദേശക്കാരെയും അവരുടെ രീതികളെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു കാർവർണ്ണനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ആക്ച്വലി ഇത് കാർവർണ്ണനല്ല, ശ്രീകൃഷ്ണനല്ല, പകരം കിഴക്ക് ദിക്കിനെ കാണിക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന ഒരു ചിത്രം മാത്രമാണ് എന്നുള്ളതാണ് ശരി. അതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്ലനേഷൻ. ഇതാ ആ പിക്ചർ. ദ്രവീഡിയൻസ് അല്പം ഇരുണ്ടതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് അതിവിശാലമാണ്, അതിഭയങ്കരമാണ്. അതൊരു വലിയ ഹ്യൂജ് നിർമ്മിതിയാണ്. അവിടെ ഒത്തിരി സ്കൾപ്ചേഴ്സ് ഉണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ബിലീഫ്സുമായിട്ട് ബന്ധപ്പെട്ട, ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട ഒത്തിരി സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതായത് ബാപ്റ്റിസം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹോളി ഫാമിലി, പിന്നെ മാർപ്പാപ്പമാരുടെ സ്കൾപ്ചേഴ്സ്, ശവകുടീരങ്ങൾ, പിന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുടെ സ്കൾപ്ചേഴ്സ്. വിശ്വവിഖ്യാതരായ മൈക്കലാഞ്ചലോയും ലിയോനാർഡോ ഡാവിഞ്ചിയും ഒക്കെ വരച്ചിട്ടുള്ളതും പണിതിട്ടുള്ളതുമായ പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെയാണ് അവിടെയുള്ളത്. അതാണ് അതിൻ്റെ പ്രാധാന്യം തന്നെ. ഇതാ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്നാനം, ബാപ്റ്റിസം. യഥാർത്ഥത്തിൽ ഇതെല്ലാം കണ്ട് മനസ്സിരുത്തി മനസ്സിലാക്കി വരണമെങ്കിൽ തന്നെ 2-3 ദിവസം എടുക്കും. എന്നാലേ അത് നമുക്കൊരു ആത്മസംതൃപ്തി തരത്തുള്ളൂ. ഇത് സെയിൻറ്റ് പീറ്ററിൻ്റെ, അതായത് പത്രോസ് ലീഹായുടെ ശവകുടീരത്തിൻ്റെ മുകളിലുള്ള ആൾത്താരയാണ്. ഈ കാണുന്ന ഭാഗത്തിൻ്റെ താഴേക്ക് ഇറങ്ങിപ്പോയാൽ പത്രോസ് ലീഹായുടെ കല്ലറയാണ്. അതിന് മുകളിലത്തെ ആൾത്താര തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾത്താര. അത് ബസിലിക്കയുടെ മധ്യത്തിൽ തന്നെയാണുള്ളത്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയുമെന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് അന്വർത്ഥമാക്കിയിരിക്കുന്നു. ഈ സ്കൾപ്ചറാണ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനിടയിൽ നാം കാണുന്നത്. ഇത് നിശബ്ദമായിരുന്ന് പ്രയർ ചെല്ലാനും ഓഫറിങ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാനുമുള്ള ഒരു സ്ഥലമാണ്. ഓഫറിങ്സ് നിർബന്ധമല്ല, ഇഷ്ടമുള്ളവർക്കിടാം, അത്രയേ ഉള്ളൂ. ഭയങ്കര വലിയ നിർമ്മിതികളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഫോൺ ചരിച്ച് പിടിച്ചൊന്നും എടുത്താലെല്ലാം കിട്ടത്തില്ല. നേരെ പിടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളിലിരിക്കുന്നത് പോലെ ഫോട്ടോ കാണുന്നത്. എന്നാലേ നമുക്ക് ഫോട്ടോ ശരിക്കും അത് മൊത്തമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ നമുക്കും ചെന്ന് മെഴുകുതിരികളൊക്കെ കത്തിക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യവുമുണ്ട്. പോപ്പുമാരുടെ ടോമ്പിന് മുകളിൽ ആരുടെ ടോമ്പാണോ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൾപ്ചർ കാണും.
ഇത് ദിവംഗതരായ മറ്റ് മാർപ്പാപ്പമാരുടെ, ഇതിനു മുമ്പുള്ള മാർപ്പാപ്പമാരുടെ ലിസ്റ്റാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഫ്രാൻസിസ് പാപ്പായുടെ പേരാണുള്ളത് അതിലേക്ക് ചേർക്കാനായിട്ട്. See description also. And thanks for watching. Please like, share and subscribe.